Hello friends, welcome again to English classroom. Yes, as you know, we have been discussing the different discourses which may appear in the SLC English question paper. SLC question paper വരാവുന്ന ഡിസ്കോഴ്സുകൾ നമ്മൾ ചർച്ച ചെയ്ത് നമുക്കറിയാം 5 നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. This is the 6th video. In today's class we are discussing a conversation. നമ്മൾ ചർച്ച ചെയ്യുന്ന conversation ആണ്. എന്താ conversation എന്ന് പറഞ്ഞാൽ conversation is the talk between two or more people in which thoughts, feelings and ideas are expressed, questions are asked and answered, or news and information are exchanged. നിങ്ങൾക്കറിയാം അത് വളരെ സിമ്പിളായ ഡെഫിനിഷനാക്കി എഴുതിയെന്നുള്ളൂ. രണ്ടോ അതിലധികം ആളുകൾ അവരുടെ ചിന്തകൾ എന്ത് ചെയ്യുക, ചിന്തകളും ആശയങ്ങളും പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചതിന് ഉത്തരങ്ങൾ മനസ്സിലാക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിവരങ്ങൾ വലിയ വാർത്തകളോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന ഒരു സംസാരത്തിനാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അത് രണ്ടാൾ മാത്രമാകുമ്പോൾ ഡയലോഗ് എന്ന് പറയും. രണ്ടോ അതിലധികം ആൾ ഏത് അത്തരത്തിലുള്ളതിന് നമുക്ക് കോൺവെർസേഷൻ എന്ന് പറയാം. ഡയലോഗ് എന്ന് പറഞ്ഞാൽ രണ്ടാൾ മാത്രമേ പറയുള്ളൂ, അത് ശ്രദ്ധിച്ചാൽ മതി. You may expect a question in the examination which demands you to write a conversation about an imaginary situation where any of the two characters are involved. നമുക്കറിയാം കഥയിലുള്ള ഏതെങ്കിലും രണ്ട് കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു സാങ്കല്പികമായൊരു സാഹചര്യത്തിൽ നമ്മളോട് എന്ത് ചെയ്യാൻ പറയുക, സംഭാഷണം ഉണ്ടാക്കാൻ പറയും. ദിസ് ക്വസ്റ്റ്യൻ യൂഷ്വലി ക്യാരീസ് 5 to 6, 5 or 6 ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 5 മാർക്കാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചേരുന്ന 5 എക്സ്ചേഞ്ച് ഉണ്ടാവണം. ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇനിസിയേഷനും റെസ്പോൺസും കൂടിയതിനെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയാം. അപ്പം മിനിമം 5 മാർക്കിൽ മിനിമം എത്ര പിന്നെ ലൈൻ ഉണ്ടാവും? അപ്പോൾ ചുരുങ്ങിയത് 10 ലൈൻ ഉണ്ടാവും. അറിയാലോ, ഹൈ ഫ്രണ്ട്, ഹൗ ആർ യു, ഐ എം ഫൈൻ, താങ്ക് യു എന്ന് പറയുമ്പോഴാണ് എന്താവുക, ഒരു എക്സ്ചേഞ്ച് ആവുക. മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇനി 6 മാർക്കാണെങ്കിലോ 6 എക്സ്ചേഞ്ച് ഉണ്ടാവണം. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. റെഡി അല്ലേ? എക്സ്ചേഞ്ചുകൾ ആശയം കിട്ടിയല്ലോ. ഇനിസിയേഷനും റെസ്പോൺസും ചേർന്നതിനെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയാം. എന്താ നമ്മൾ ചെയ്യേണ്ടത് ഒരു കോൺവെർസേഷൻ ചോദിച്ചാൽ? ആദ്യം ആരൊക്കെയാണ് അവിടെ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ള ആളുകളെ തിരിച്ചറിയാം. അവർ തമ്മിൽ ബന്ധം നോക്കുക. പിന്നെ ആ സാഹചര്യത്തിന് പറ്റിയ സംഭാഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ആ സാഹചര്യത്തിനാവണം. ഞാൻ പറഞ്ഞുതരുന്നു, വിശദമായിട്ട് പറഞ്ഞുതരുന്നു എങ്ങനെയാണെന്നുള്ള അടുത്ത ഭാഗത്ത് വരും അത്. പിന്നെ ഐഡൻറ്റിഫൈ മൂഡ് ഓഫ് ദ പേഴ്സൺസ്, അവരെ മാനസികാവസ്ഥ നമ്മൾ നോക്കണം. നല്ലൊരു തുടക്കമാവണം. നല്ല വേർഡ്സും എക്സ്പ്രഷൻസും ഉണ്ടാവണം. അത് യോജിച്ച വാക്കുകളും അതുപോലത്തെ എക്സ്പ്രഷനാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ഷോർട്ട് ഫോംസ്, അതായത് ഇൻഡ് പോലുള്ള ഫോമുകൾ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കണം. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. ബ്രോക്കൺ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. അതുപോലെ മെയിൻറ്റെയിൻ ഗുഡ് ഫ്ലോ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ദ ഡയലോഗ്സ്, അതായത് ആ ഒരു പിന്നെ നല്ലൊരു സ്വാഭാവികമായൊരു ഒഴുക്കും തുടർച്ചയൊക്കെ അതിനുണ്ടാവണം. അതുപോലെ തന്നെ അവസാനമാകുമ്പോൾ കോൺവെർസേഷൻ തീർന്നു എന്ന രീതിയിലുള്ള ഫീൽ ഉണ്ടാവണം. തെറ്റുകൾ ഉണ്ടാവരുത്. ഭാഷ ശരിയാവണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണെന്ന് പറയട്ടെ. ഈ ഷോർട്ട് ക്വസ്റ്റ്യനിൽ ടാഗൊക്കെ പെടുട്ടോ, നമുക്കറിയാലോ. ഒരു കാര്യം വിശദമായിട്ട് പറയുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്താണ് ഈ എക്സ്പ്രഷൻ എന്നൊക്കെ ഞാൻ ഒന്ന് വിശദീകരിച്ച് തരുന്നുണ്ട്. പിന്നെ എന്താണോ തന്ന സിറ്റുവേഷൻ ആ സാഹചര്യത്തിലായിരിക്കുള്ള ആ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്ത ഭാഗത്ത് വരുമ്പോൾ ഒന്നുകൂടി ഇത് പറഞ്ഞുതരാം. ഇനി എങ്ങനെയാണത് പിന്നെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, അതിൽ എന്തുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ആ റിലേഷൻഷിപ്പ്, ആ സംഭാഷണത്തിലേർപ്പെട്ട ആളുകൾ തമ്മിൽ ബന്ധം തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അറിയാലോ നിങ്ങൾക്ക്, അതായത് ഒരു പിന്നെ വളരെ ഇൻഫോർമലായ 2 ബന്ധങ്ങളിലെ 2 ആളുകൾ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഭാഷ ആവില്ല, ഫോർമലായ ആണെങ്കിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ബന്ധത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രയോഗങ്ങളൊക്കെ മാറും, നമുക്കറിയാതെ. അതേപോലെ നല്ല ഇനിസിയേഷനാണ്, നല്ല തുടക്കമാവണം. അതുപോലെ കോൺവെർസേഷൻ ഏത് കോണ്ടെക്സ്റ്റിലാണോ നമ്മൾ ഉണ്ടാക്കുന്ന അതുമായിട്ട് എന്ത് ചെയ്യണം, അത് കേന്ദ്രീകരിച്ചായിരിക്കണം നമ്മൾ ആ സംഭാഷണം എഴുതേണ്ടത്. അങ്ങനെ എഴുതിയിട്ടുണ്ടോ നോക്കണം. ഇത് വളരെ പ്രധാനമാട്ടോ. വ്യത്യസ്തമായ സെൻറ്റൻസ് പാറ്റേണുകൾ, അതായത് എല്ലാ സൈസ് സെൻറ്റൻസുകളിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം നിങ്ങൾ. പിന്നെ എക്സ്പ്രഷൻസ് ഉണ്ടാവണം. പിന്നെ ഇൻഫോർമൽ എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്താ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ സംഭാഷണം നടത്തുന്നത് ഏതെങ്കിലും ഇംഗ്ലീഷിലെ കമ്മ്യൂണിക്കേറ്റീവ് ഫംഗ്ഷനായി ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ഫുൾഫിൽ ചെയ്യാനായിരിക്കും. നല്ലോണം ശ്രദ്ധിക്കണേ. അതായത് ഇപ്പം ഒരു ഭാഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് ഫംഗ്ഷനുകൾ, ആ ഭാഷയിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത്
നിർവഹിക്കാനാണ്. ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്കൊരു അനുവാദം ചോദിക്കാൻ വേണ്ടതെങ്കിൽ ക്യാൻ ഉപയോഗിച്ച് V1 വെച്ചുള്ള രീതിയിലായിരിക്കും നമ്മൾ ചോദിക്കുക. അല്ലെങ്കിൽ ഡു യു മൈൻഡ് ഇഫ് ഐ ഡു സംതിങ് എന്ന രീതിയിലാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചോദിക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിനും ഇപ്പോൾ ഒരാൾക്ക് സജഷൻ വെക്കണം. അപ്പോൾ ആകുമ്പോൾ ലെറ്റസ് എന്ന് പറഞ്ഞിട്ട് വി വെച്ചിട്ടാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ വൈ ഡോണ്ട് വി എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യങ്ങൾ വരിക. ഇപ്പോൾ ഒരാൾക്കൊരു അഡ്വൈസ് കൊടുക്കണം. ഐ തിങ്ക് യു ഷുഡ് ആവാം, യു ഹാഡ് ബെറ്റർ ആവാം. അതേപോലെ തന്നെ ഒരു ഡിസിഷനാണ് അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കുന്നതാണ് ചോയ്സൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഐ വിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുക. ഓഫർ പറയുകയാണെങ്കിൽ ഷാൾ ഐ ഡു സംതിങ് ഫോർ ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് എക്സ്പ്രഷൻസ്. അതുപോലെ കുറേ എണ്ണുണ്ട് പ്രയോഗങ്ങൾ, വേറെയും കുറേ എണ്ണുണ്ട്. നിങ്ങൾക്കറിയാം. അതുപോലെ നമ്മളിപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ സി യു എന്ന് പറയും. ഒരാൾ പറയുന്നത് കേൾക്കുന്നില്ലേ, നമ്മൾ പാടണമെന്നോ ബഗ്യ പാടണമെന്നോ പറയും. ഇപ്പം എന്തൊക്കെയാണോ നമ്മൾ ആ സാഹചര്യത്തിൽ നമുക്ക് ആ ഭാഷ കൊണ്ട് നിർവഹിക്കേണ്ട ഫങ്ഷൻ, അത് ചിലപ്പം ചോദ്യങ്ങൾ ചോദിക്കലാവാം, അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ നറേറ്റ് ചെയ്യലാവാം, ചിലപ്പോൾ ഒരു ഉപദേശം കൊടുക്കലാവാം, ചിലപ്പോൾ സജഷൻ വെക്കലാവാം. ഈ കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതിന് പറ്റിയ എക്സ്പ്രഷനുകൾ അതിലുണ്ടാവണം. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഇൻഫോർമൽ എക്സ്പ്രഷൻസ് ഉണ്ടാവണം. ഉദാഹരണമായിട്ട് ഇൻ്റർജെക്ഷൻ, വൗ, ഓ, ആ രീതിയിലുള്ളൊക്കെ ഹറ പോലുള്ള ഇൻ്റർജെക്ഷൻ നമുക്കറിയാം ആക്ഷേപങ്ങൾ ഉണ്ടാവണം. കോൺട്രാക്റ്റഡ് ഫോംസ് ഉണ്ടാവണം. കോൺട്രാക്റ്റഡ് ഫോംസ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്. അതായത് ഇൻഡ് പോലുള്ള, അതായത് ചുരുക്ക രൂപങ്ങൾ നമുക്കറിയുന്നത്, അത് ഹാവിൻ്റെ, ഹാസിൻ്റെ അങ്ങനെയൊക്കെയുള്ള രീതികളിലുള്ള കാര്യങ്ങൾ പ്രയോഗങ്ങൾ അത് ഇൻഫോർമൽ ആകുമ്പോൾ ഉണ്ടാവണം. അവസാനിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവണം. നേരത്തെ പറഞ്ഞതാണ്. നല്ലൊരു ഒഴുക്കുണ്ടാവണം. റെഡിയല്ലേ? ഇനി ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു ഇനിഷിയേഷൻ, ഒരു ചെറിയ ഉദാഹരണം തന്നെ ആവുക എന്നുള്ളതല്ല, ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഗുഡ് ബിഗിനിങ്ങിന് ഉദാഹരണമാണ്. ഹായ്, ഗുഡ് മോർണിംഗ്, ഹലോ, വെരി പ്ലീസ് ടു മീറ്റ് യു, ഓഹ് വാട്ട് എ പ്ലസൻറ്റ് സർപ്രൈസ് എന്നൊക്കെ രീതിയിലൊക്കെ നമുക്ക് തുടങ്ങാം. സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ തുടങ്ങാം എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയിട്ട് ടാഗ് വെച്ച് തുടങ്ങാം. അതൊക്കെ എന്താണോ ചോദ്യം അതിനനുസരിച്ച് ചെയ്യുക. അത് ഇപ്പോൾ ഒരു ചെറിയ രൂപം പറയാമെന്നുള്ളതേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാകും. ക്വസ്റ്റ്യൻ ടാഗ് പറയേണ്ടതിൽ എക്സ്പ്രഷൻ നമ്മൾ ചർച്ച ചെയ്തു. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാവണം. WH ക്വസ്റ്റ്യൻ ഉണ്ടാവണം. ഇൻ്റർജെക്ഷൻ നമ്മൾ ചർച്ച ചെയ്തു. ഡിസ്കോസ് ഫില്ലേഴ്സ് അത് വളരെ പ്രധാനം. നമ്മൾ കുറേ ചോദ്യം ചോദിച്ചു, അതിൻ്റെ ഉത്തരം പറഞ്ഞു, അതുകൊണ്ട് അതൊരിക്കലും ഡിസ്കോസ് ആവില്ല. അതൊരു വ്യവഹാരമാവില്ല, അല്ലെങ്കിൽ കോൺവെർസേഷൻ ആവില്ല. കോൺവെർസേഷൻ ഒരു ഡിസ്കോസ് ആണ്, അതാവില്ല. അതുണ്ടാണ് നല്ലൊരു കോൺവെർസേഷൻ ആവണമെങ്കിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കണം. ഐ സീ, വെൽ, യു മീൻ, ഐ നോ, എക്സാക്ട്ലി, റൈറ്റ്, ഇറ്റ്സ് ഓക്കെ പോലുള്ള ഡിസ്കോസ് ഫില്ലേഴ്സ് നമ്മൾ ഉപയോഗിക്കണം. റെഡിയല്ലേ? അതുപോലെ തന്നെ ഡിസ്കോസ് മാർക്കേഴ്സൊക്കെ നമുക്കറിയുന്ന ബൈ ദ വേ, ബൈ ആൻഡ് ബൈ എന്നൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു എന്തായിട്ട് മാറുക, സംഭാഷണമായിട്ട് മാറുക. ഷോർട്ട് ഫോം ഉപയോഗിക്കണം, അതൊക്കെ അറിയാലോ. ഇനി നല്ലൊരു ഫ്ലോ ഉണ്ടാവണം. അവസാനിപ്പിക്കാൻ സി യു എന്നോ, അല്ലെങ്കിൽ താങ്ക് യു എന്നോ, ഹാവ് എ നൈസ് ഡേ എന്നോ, ഗുഡ് ബൈ എന്നോ, എന്താണോ സാഹചര്യത്തിൽ യു ആർ മോസ്റ്റ് വെൽക്കം എന്നോ, യു ആർ ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു എന്നോ, എന്താണോ സാഹചര്യം അതിന് പറ്റുന്ന രീതി നമ്മൾ അവസാനിക്കും. ഇപ്പോൾ ഏതാണ്ടൊരു ധൈര്യം കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ എഴുതുക എന്നുള്ളത്. ഓക്കേനല്ലോ? നമുക്ക് കാണാം. ഇനി 2020 നമ്മൾ എങ്ങനെയാണ് മാർച്ച് പബ്ലിക് എക്സാമിൽ ഹൗ ഡു വി വാല്യൂ ദ കോൺവെർസേഷൻ ഇൻ ദ ലാസ്റ്റ് എക്സാമിനേഷൻ. നമ്മൾ ഈ പോയിന്റുകളാണ് ഉപയോഗിച്ചത്. നല്ലൊരു തുടക്കം അവസാനം ഉണ്ടെങ്കിൽ ഒരു മാർക്ക് കിട്ടും. ആ മെസ്സേജ്, അതായത് ഏത് കോണ്ടെക്സ്റ്റിലാണോ പറയുന്നത് അതിനനുസൃതമായ ഫംഗ്ഷനുകളൊക്കെ ചേർത്ത് അതിൻ്റെ എക്സ്പ്രഷൻ കാര്യങ്ങളുണ്ട്. എന്താണോ നിങ്ങളോട് കൺവേ ചെയ്യാൻ പറഞ്ഞ ആശയം അത് കൃത്യമായിട്ട് കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്കുണ്ട്. കോൺവെർസേഷന് പറ്റിയ ഭാഷ നമ്മൾ പറഞ്ഞല്ലോ, അതിലാണ് കോൺട്രാക്റ്റഡ് ഫോംസ് ഉണ്ടാവും, വ്യത്യസ്തമായ ഏതുണ്ടാവുക, സെൻറ്റൻസുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല എക്സ്പ്രഷനുകൾ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മാർക്ക്. ഇങ്ങനെ 5 മാർക്കിനാണ് ഉണ്ടായത്. 5 മാർക്കിനായത് ചോദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. റെഡിയല്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ? കാണാൻ ചെറിയ ചോദ്യങ്ങൾ. ന്യൂസ് റിപ്പോർട്ടർ മീറ്റ്സ് സത്യത്രേ അറ്റ് ദ ഷൂട്ടിംഗ് സൈറ്റ് ഇൻ നോട്ടംഗ്രാം. Talk to him about the shooting of the film Gubigaine Bhagabaine. What be the conversation between them? The question പോലുള്ള ചോദ്യമാണ്. ആൻസറും അത് തന്നെയാണ്. ഇപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തും. നോക്ക്. ഹായ്, അതിൽ നല്ലൊരു തുടക്കമാണ്. പരിചയപ്പെടുത്തിയിട്ട് ഹായ് നല്ലോ നോക്കുക, ഓരോ നോക്കുക. എല്ലാ സൈസ് ചോദ്യങ്ങളുണ്ട്, ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ഫോംസ് ഉണ്ടോ നോക്കുക. ഇല്ല, ഇതൊരു ഷോർട്ട് ഫോം അല്ലെങ്കിൽ കോൺട്രാക്റ്റഡ് ഫോമാണ്. അതേപോലെ ഇൻ്റർജെക്ഷൻ, വവ്, അതേപോലെ വ്യത്യസ്തമായ സെൻറ്റൻസുകളുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നല്ലൊരു അവസാനിപ്പിക്കലുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ഞാൻ വായിച്ച് നേരം കളയുന്നില്ല, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. വേറെ കോൺവെർസേഷൻ നോക്കൂ. റേ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വിസിറ്റഡ് ഭാരത് സർക്കസ് ക്യാമ്പ് ഇൻ കൽക്കട്ട ടു ഹൈ ടൈഗർ ടു ബി ഫിൽംഡ്
for his movie Gooby Gaine Bhaga Baine. He spoke to the manager of the circus company. What would Ray have spoken? എന്തായിരിക്കും റേ സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റേ ആൻഡ് മാനേജർ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മളിതിൻ്റെ മുമ്പത്തത് കണ്ടല്ലോ, ഇത്തരം ഒരു ന്യൂസ് റിപ്പോർട്ടർ സത്യജിത്രേനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും ഫംഗ്ഷൻ നടക്കേണ്ടി വരിക, അതായത് അവിടെ ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയേണ്ടി വരും, അവനെ പറ്റിയിട്ടൊന്ന് ചിലപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ റേ ആ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ അത്ഭുതകരമായ കാര്യങ്ങളുടെ വണ്ടർ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്ന എക്സ്പ്രഷൻസാണ് അതിലുള്ളത്. ഈ സംഭാഷണങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ ഇവിടെ അതുപോലെ എന്താണ് ഈ കാര്യങ്ങൾ വിവരിക്കേണ്ടി വരും. അതുപോലെ തന്നെ സഹായം അഭ്യർത്ഥിക്കുന്ന ചോദ്യങ്ങൾ അവിടെ വേണ്ടി വരും. ഒരു സഹായം ഓഫർ ചെയ്യാനുള്ള എക്സ്പ്രഷൻസ് വേണ്ടി വരും. അപ്പോൾ അദ്ദേഹം നന്ദി പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ എല്ലാം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് ചെയ്താൽ, നേരത്തിനനുസരിച്ച് ചെയ്താൽ, ഇപ്പോൾ പരീക്ഷയ്ക്ക് അടുത്ത സമയത്ത് ഇതിൽ കൂടാനല്ല അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്കറിയാലോ. എന്നാൽ മനസ്സിലാക്കിയിട്ട് ശ്രമിച്ചു നോക്കി ചെയ്താൽ, ഒന്നൊക്കെ ആദ്യം ശ്രമിച്ചു നോക്കി ചെയ്ത് സാമ്പിൾ കണ്ടാൽ നന്നാവും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആരാ അവിടെ ഉള്ളത്, അതുപോലെ തന്നെ കോൺവെർസേഷനായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളത് അതൊക്കെ നല്ലോണം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കുക. കണ്ടിട്ടുണ്ടാവും. റെഡിയല്ലേ? ഓക്കെ അല്ലേ? ദ ഷുവറൊക്കെ ഒരു ഫില്ലറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. ഓഫ് കോഴ്സ്, ഷുവർ, ഡെഫിനറ്റ്ലി, വൈ നോട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. റെഡിയല്ലേ? പലരും ശ്രദ്ധിച്ച് നോക്കുക, എഴുതിയെടുക്കുക. റൈറ്റ്. നെക്സ്റ്റ് വൺ ഈസ്, ഈവൻ വെൻ മിസ്റ്റർ ജോൺ ഗേവ് ദ നറേറ്റർ ഹിസ് വിസിറ്റിംഗ് കാർഡ്, ഹി കുഡ്ന്റ് ഐഡൻറ്റിഫൈ ഹിം. അത് കാർഡ് കൊടുത്തിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. സോ ദ നറേറ്റർ ആസ്ക്ഡ് ഫോർ ഡീറ്റെയിൽസ്. ഡോക്ടർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. കോൺവെർസേഷൻ എഴുതാനാണ്. ആര് തമ്മിലുള്ളതാണ് ഇവിടെ? നറേറ്ററും ജോണും തമ്മിലുള്ളതാണ്. എങ്ങനെയായിട്ട് സംഭാഷണം ശ്രമിച്ച് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ വെച്ചിട്ട്. റൈറ്റ്. യു ക്യാൻ സീ എ മോഡൽ ഹിയർ, എ സാമ്പിൾ ഹിയർ. റൈറ്റ്. Next one is, the young man told Ajay Kron his story. Prepare the likely conversation between them. ചെയ്ത് നോക്കാലോ. റൈറ്റ്. നെക്സ്റ്റ് വൺ ഈസ്, അതിൻ്റെ തന്നെ വേറെ രീതിയാണ്, പല രീതിയിൽ എഴുതാൻ കാണിക്കാനാണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇമാജിൻ ദാറ്റ് ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചർ ഇൻ എ ബാനിയൻ ട്രീ, പിന്നെ കോമ ഡാറ്റ ഫോസ് വിട്ടുപോയതാണ്, കോപ്പിൽ അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ സ്കിറൽ ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട്. സിറ്റുവേഷൻ മനസ്സിലായാലോ? എഴുതി നോക്കുക. യു ക്യാൻ സീ എ സാമ്പിൾ ഹിയർ. ഒക്കെ വളരെ രസമാണ്. നിങ്ങൾ നല്ലോണം നോക്കി ഈ 5 നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ തന്നെ കറക്റ്റായിട്ടുള്ള ആശയങ്ങൾ കിട്ടും. ചിലപ്പോൾ ഇതിൽ തന്നെ നീ ചോദിച്ചെന്ന് വരും. അതല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് എന്തും എഴുതാൻ പറ്റും. റെഡിയല്ലേ? നൗ യു പ്ലീസ് ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ്. ദർ ആർ 7 ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോന്നൊക്കെ എഴുതി നോക്കുക. ഞാൻ വായിക്കൊന്നും വേണ്ടല്ലോ, നോക്കിയിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, റെഡിയാണല്ലോ മക്കളെ? ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത് ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോൺവെർസേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. If you haven't subscribed, subscribe please. Meet you again. Till then, goodbye.